ഹലോ ഗൈസ്, രാവിലെ തന്നെ അമ്മ കറിക്ക് വട്ടം കൂട്ടാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ ചാക്കിൽ നട്ട മരച്ചീനി കുട്ടനെ ഓർത്തത്. അവനാണെങ്കിയതാ തഴച്ച് വളർന്ന് മുട്ടനായി നിൽക്കുകയാണ്, ഒരല്പ അഹങ്കാരത്തോടെ. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഈ മരച്ചീനിക്കുട്ടനെ ഒന്ന് പറിച്ചെടുത്താലോ എന്ന്. ചാക്കിൽ നട്ടതാ. തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി എനിക്കൊരു ചെറിയ തണ്ട് തന്നതാ. അപ്പോൾ എനിക്ക് തോന്നി ഇവനെ അങ്ങ് ചാക്കിൽ നട്ടാലോ എന്ന്. ദേ അവൻ പോരാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. എന്നെ അങ്ങോട്ട് പിടിച്ച് വലിക്കുക, ഞാൻ വിടുമോ? അല്പം ചാക്കിൽ മണ്ണും കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അവനെ ഈ വലുപ്പത്തിലാക്കിയെടുത്തത്. കുറച്ച് പാടുപെടും, ഞാൻ എന്തായാലും പാടുപെടും. അവനിങ്ങോട്ട് പോരുന്നില്ല കേട്ടോ. കുറേ നേരമായി ഞാൻ അവനും കൂടി ഗുസ്തി തുടങ്ങിയിട്ട്. ഞാൻ അവനെ തള്ളി മറിച്ചിടാന്ന് വെച്ചു. പോരാൻ കൂട്ടാക്കില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഐഡിയ ചെയ്യാമല്ലോ ഗായ്സ്. കുറച്ച് നേരം അവനും ഞാനും കൂടെ ഗുസ്തി പിടിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞിക്ക് ഞങ്ങൾക്ക് ഈ മരച്ചീനിക്കുട്ടൻ്റെ കറി ഒന്ന് സാപ്പിടാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി കൊടുക്കാമെന്ന് ഞാനങ്ങ് വെച്ചു. അവനെ വട്ടമിട്ട് ചുറ്റി പിടിച്ച് ചാക്കിലിട്ട് ഞാൻ കൊട്ടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ പോരാൻ നല്ല പോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ വിടുമോ? ഞാൻ വലിച്ച് 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 അവനെ ഞാൻ പുറത്തെടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. അവൻ പോന്നു. നോക്കൂ ഗൈസ്, നല്ല രസമായിട്ടുള്ള ഒരു കുട്ടപ്പനെ, ഒരു 4-5 പീസ്. അവൻ നല്ല വലുപ്പിൽ തുടുത്ത് മുട്ടനായി നിൽക്കുന്ന മരച്ചീനി കുട്ടന്മാരാണ് ഈ തണ്ടിലിങ്ങോട്ട് പോന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ സാധിക്കും ഗൈസ്, വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. പക്ഷെ ഞാൻ അത് ചാക്കിലാണ് നട്ടത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ നല്ല മുഴുത്ത കുട്ടപ്പന്മാരെ നിങ്ങൾക്ക് സെറ്റാക്കാനായിട്ട് പറ്റും. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. വളരെ രസമായിട്ട് എന്ന് സാപ്പിടാൻ മരച്ചീനി റെഡ്.